നമസ്കാരം. ഇന്നലത്തെ ഡൽഹി ക്യാപിറ്റൽസ് വേഴ്സസ് ഗുജറാത്ത് ടൈറ്റൻസ് എന്ന മത്സരത്തിന് ശേഷം ഡേവിഡ് മില്ലർ ഉറങ്ങിയിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ തന്നെ മില്ലർ ഉറങ്ങിയെന്ന് ചിന്തിക്കാൻ മാത്രം കളി കണ്ടവരാരും വിശ്വസിക്കില്ല എന്നത് കൂടി പറയേണ്ടി വരട്ടെ. ഹൗ മെനി ടൈംസ് പ്രസിദ്ധ് കൃഷ്ണ എന്ന ബൗളർ ടീമിനെ വിജയിപ്പിച്ചത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വിരൽ എണ്ണാവുന്നതായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ സംഭവിച്ചിട്ട് പോലും ഉണ്ടാവില്ല. എന്നാൽ പ്രസിദ്ധ് കൃഷ്ണയുടെ തലയിൽ ഒരു പൊൻതൂവൽ പോലെയാണ് കഴിഞ്ഞ മത്സരത്തിൽ സംഭവിച്ചത്. ഒരു പക്ഷേ ക്രെഡിറ്റ് മുഴുവൻ പ്രസിദ്ധ് കൃഷ്ണയ്ക്ക് കൊടുക്കുന്നതിനേക്കാൾ ഉപരി ഡേവിഡ് മില്ലറിന് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഡേവിഡ് മില്ലറിന് ഒരു വിളിപ്പേരുണ്ട്, കില്ലർ മില്ലർ എന്നതാണ് ആ പേര്. എതിരാളികളെ കൊന്നുകളയുന്ന മില്ലർ എന്നതാണ് അതിൻ്റെ അർത്ഥം. എന്നാൽ കഴിഞ്ഞ ദിവസത്തെ മത്സരത്തിൽ സ്വന്തം ടീമിനെ കൊന്നുകളഞ്ഞ മില്ലറിനെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞതെന്ന് പറയേണ്ടി വരും. ഡൽഹി ക്യാപിറ്റൽസിന് വേണ്ടിയിട്ട് 92 റൺസ് അടിച്ച KL രാഹുൽ, ഏറ്റവും വലിയ സ്കോറാണ് രാഹുൽ കഴിഞ്ഞ മത്സരത്തിൽ അടിച്ചത്. ഒരു വലിയ ബേസ് ഡൽഹിക്ക് കൊടുക്കാനും സാധിച്ചു. പക്ഷേ അവിടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ലാസ്റ്റ് ഓവറിലാണ് സംഭവിക്കുന്നത്. 13 റൺസായിരുന്നു അവസാനത്തെ ഓവർ ഡൽഹിക്ക് ജയിക്കാൻ വേണ്ടിയിരുന്നത്. പ്രസിദ്ധ് കൃഷ്ണയെ 4ഉം 6ഉം ഒക്കെ അടിച്ച് മില്ലർ ഡൽഹി ക്യാപിറ്റൽസിനെ വിജയത്തിൻ്റെ അവസാനത്തെ നിമിഷം വരെ കൊണ്ടെത്തിച്ചു എന്ന് എല്ലാവരും കരുതി. ഡൽഹി ആരാധകർ വിജയം ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. കാരണം മില്ലർ ക്രീസിലുണ്ട്. 4ഉം 6ഉം ഒക്കെ അടിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് മില്ലർ ജയിപ്പിക്കും എന്ന ആത്മവിശ്വാസത്തിൽ നിന്നു. പ്രസിദ്ധ് കൃഷ്ണ 5ാമത്തെ ബോൾ എറിഞ്ഞു. ഒരു ബൗൺസറായിരുന്നു. ആ ബൗൺസർ എറിഞ്ഞ് മില്ലർ കണക്ട് ചെയ്തു. പക്ഷേ വേണ്ട രീതിയിൽ അത് ബാറ്റിൽ കൊണ്ടില്ല. പക്ഷേ സിംഗിൾ എടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. കുൽദീപ് യാദവാണ് നോൺ സ്ട്രൈക്കേഴ്സിൻ്റെ. കുൽദീപ് ഓടി പകുതി വരെ എത്തി. മില്ലർ പറഞ്ഞു വേണ്ട, ഞാൻ സ്ട്രൈക്ക് എടുത്തോളാം എന്ന്. കുൽദീപ് യാദവ് തിരിച്ചൊന്നും മനസ്സിലാവാതെ പോയി. ഒരു പന്തിൽ നിന്നും 2 റൺസ് വിജയിക്കാൻ വേണ്ടി വേണം. പ്രസിദ്ധ് കൃഷ്ണ എന്ന ബോളർ വിചാരിച്ചു, കൊള്ളാലോ, 5ാമത്തെ പന്ത് എറിഞ്ഞത് ഷോർട്ട് പിച്ച് എറിഞ്ഞത് അടിച്ചില്ല, എന്നാൽ പിന്നെ 6ാമത്തെ പന്ത് ഒരു ഷോർട്ട് പിച്ച് തന്നെ എറിഞ്ഞേക്കാം. പ്രസിദ്ധ് കൃഷ്ണ വരുന്നു, 6ാമത്തെ പന്ത് എറിയുന്നു. ഇത്തവണ ഷോർട്ട് പിച്ച് എറിയുന്നു, പക്ഷേ സ്ലോവർ ആക്കുന്നു. സ്ലോവർ ആക്കിയത് മില്ലർ കണക്ട് ചെയ്യാൻ പോലും കഴിയാതെ പന്ത് നേരെ വിക്കറ്റ് കീപ്പറായ ജോസ് ബട്ട്ലറിൻ്റെ കൈകളിലേക്ക് എത്തുന്നു. അവസാനത്തെ പന്തായതുകൊണ്ട് ഓടിയേ മതിയാവുള്ളൂ എന്നതുകൊണ്ട് ഡേവിഡ് മില്ലർ ഓടുന്നു. അപ്പുറത്ത് നിൽക്കുന്ന കുൽദീപ് യാദവും ഓടുന്നു. കുൽദീപ് യാദവ് വളരെ സ്പീഡി ലെഗ്സ് ഉള്ള ആളല്ല എന്നത് ക്രിക്കറ്റ് കാണുന്നവർക്ക് അറിയാം. കുൽദീപ് ഓടിയെത്താൻ വേണ്ടി ശ്രമിക്കുന്നു. പക്ഷേ ജോസ് ബട്ട്ലർ ആരാ മുതലേ കൃത്യമായി പന്ത് സ്റ്റമ്പിലെറിഞ്ഞ് കൊള്ളിക്കുന്നു. കുൽദീപ് യാദവ് ക്രീസിലെത്തുന്നില്ല. ഡൽഹി ക്യാപിറ്റൽസ് 1 റൺസിന് ഗുജറാത്ത് ടൈറ്റൻസിന് മുന്നിൽ പരാജയപ്പെടുന്നു. ഡേവിഡ് മില്ലർ വിഷമത്തിൻ്റെ കൊടുമുടിയിലെത്തുന്നു. മുഖം മറച്ച് തല കുനിച്ച് അയാൾ ഡഗ്ഔട്ടിലേക്ക് നടന്നുപോയി. കാണുമ്പോൾ വിഷമമുണ്ട്, സ്വാഭാവികമാണ്. ഒരൊറ്റ ഡിസിഷൻ്റെ പുറത്താണ് കില്ലർ മില്ലർ സ്വന്തം ടീമിനെ കൊന്നുകളഞ്ഞത് എന്നത് പറയേണ്ടി വരും. നമുക്ക് 2 ആംഗിളിൽ എടുക്കാം. മില്ലർ കാണിച്ച മണ്ടത്തരം എന്ന ആംഗിളും മില്ലറിനെ കുറ്റപ്പെടുത്തരുത് എന്നൊരു ആംഗിളും. ഉറപ്പായിട്ടും കാണിച്ചത് മണ്ടത്തരമാണ്, അതിനകത്ത് വേറെ തർക്കമൊന്നുമില്ല. പക്ഷേ മണ്ടത്തരത്തിൻ്റെ തീവ്രത നമുക്കൊന്ന് കുറയ്ക്കാം. മില്ലർ കാണിച്ച മണ്ടത്തരം എന്താണ്? ഒന്നാമത്തെ കാര്യം, 2 പന്തിൽ 2 റൺസ് വേണം ജയിക്കാൻ. മില്ലർ ആ സിംഗിൾ ഓടിയിരുന്നെങ്കിൽ ടീമിനെ സൂപ്പർ ഓവറിലേക്കെങ്കിലും കൊണ്ടെത്തിക്കാമായിരുന്നു. കാരണം ഡ്രോ ആയി കഴിഞ്ഞു. അടുത്ത പന്തിന് കുൽദീപ് യാദവ് അടിച്ചാലും ശരി, അടിച്ചില്ലെങ്കിലും ശരി, സ്കോർസ് ആർ ടൈ ആയ സ്ഥിതിക്ക് ഉറപ്പായിട്ടും ടീമിനെ സൂപ്പർ ഓവറിലേക്കെങ്കിലും കൊണ്ടെത്തിക്കാനുള്ള സാഹചര്യത്തിലേക്ക് മില്ലറിന് എത്തിക്കാമായിരുന്നു. പക്ഷേ മില്ലർ അത് ചെയ്തില്ല. ഇപ്പോൾ ടീം പരാജയപ്പെട്ടതുപോലെ തന്നെ സാഹചര്യത്തിലേക്ക് നിൽക്കുന്നു. ടേക്ക് ഇറ്റ് അതർവൈസ്, മില്ലറിൻ്റെ ഓവർ കോൺഫിഡൻസ് ആയിരുന്നോ പ്രശ്നം? ഉറപ്പായിട്ടും അല്ല. ലാസ്റ്റ് ഓവറിൽ 13 റൺസ് ജയിക്കാൻ നിൽക്കുന്ന ഒരു വ്യക്തി 4ഉം 6ഉം അടിച്ചു വയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു കോൺഫിഡൻസ് ബിൽഡ് ആയിരിക്കും. അല്ലാതെ അയാൾ ഇത്രയും നാൾ ഉണ്ടാക്കിയെടുത്ത ലെഗസിയുടെ പുറത്ത് മാത്രമല്ല മില്ലർ നിന്നത്. ആ ഓവറിൽ അയാൾക്ക് കൃത്യമായിട്ട് അടിക്കാൻ പാകത്തിന് ഉണ്ടായിരുന്നു. അയാൾ അടിക്കുകയും ചെയ്തു. അതിൻ്റെ കോൺഫിഡൻസ് ആണ് അയാൾ കളിച്ചത്. അത് അയാളുടെ പവറിൽ ബിൽഡ് ചെയ്തിരുന്നു. അയാൾ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ടാണ് ആ സിംഗിൾ ഡൗൺ ആക്കിയത് പോലും അയാൾ. പക്ഷേ കാര്യങ്ങൾ വേണ്ട രീതിയിൽ ചിന്തിച്ചില്ല, അല്ലെങ്കിൽ സംഭവിച്ചില്ല. ഉറപ്പായിട്ടും എവ്രി വൺ വിൽ ഹാവ് എ ബാഡ് ഡേ എന്നത് തന്നെയാണ്. പക്ഷേ പോസ്റ്റ് മാച്ച് പ്രസൻറ്റേഷനിൽ ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ ക്യാപ്റ്റനായ ശുഭ്മാൻ ഗിൽ പറഞ്ഞൊരു വാചകം, മില്ലറിൻ്റെ ആ തീരുമാനം കാരണമാണ് ഞങ്ങൾ ജയിച്ചതെന്നും കൂടി പറഞ്ഞപ്പോഴേക്കും മില്ലർ സ്വാഭാവികമായിട്ടും വല്ലാതെ വിഷമത്തിലായെന്ന് വേണമെങ്കിൽ തന്നെ പറയാം. ഒരു ഓപ്പോസിറ്റ് ക്യാപ്റ്റൻ വിജയത്തിൻ്റെ ക്രെഡിറ്റ് ഓപ്പോസിറ്റ് ടീമിലുള്ള പ്ലെയർ കാരണമാണെന്ന് പറയുമ്പോൾ അത് ഊഹിക്കാമല്ലോ. എന്തായാലും മില്ലറിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ വളരെയധികം ശക്തമായ പ്രചരണം നടക്കുന്നുണ്ട്. മില്ലർ സ്വന്തം ടീമിനെ പരാജയപ്പെടുത്തിയതുൾപ്പെടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളും ഹാഷ്ടാഗ്സും പരക്കുന്നുണ്ട്. അതിനിടയിൽ മുഹമ്മദ് കേഫിൻ്റെ ഒരു വാചകം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. മുഹമ്മദ് കേഫ് വളരെ വിഷമിച്ചുകൊണ്ട് വളരെ ശക്തമായ രീതിയിൽ ഒരു വീഡിയോ ചെയ്തിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: മില്ലർ ചെയ്തത് 200% തെറ്റാണ്. ആ 5ാം പന്തിൽ അദ്ദേഹം ഒരു സിംഗിൾ എടുത്ത് സ്കോർ തുല്യമാക്കാൻ ശ്രമിക്കണമായിരുന്നു. കുൽദീപിനെ സ്ട്രൈക്കിൽ കൊണ്ടുവരുന്നത് കൊണ്ട് നഷ്ടമൊന്നുമില്ല. ഒരുപക്ഷെ കുൽദീപ് പുറത്തായാൽ പോലും കളി സൂപ്പർ ഓവറിലേക്ക് നീങ്ങുമായിരുന്നു. ഡൽഹി ഒരിക്കലും തോൽക്കില്ലായിരുന്നു. മില്ലർ ഒരു ചൂതാട്ടത്തിനാണ് മുതിർന്നത്. അദ്ദേഹത്തെ പോലൊരു സീനിയർ താരത്തിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ലാത്ത തെറ്റായിരുന്നു ഇത് എന്നതായിരുന്നു
മുഹമ്മദ് കെയ്ഫിൻ്റെ വാചകങ്ങൾ. ഇത് മുഹമ്മദ് കെയ്ഫിന് മാത്രമല്ല, പല സീനിയർ താരങ്ങൾ ഉൾപ്പെടെ മില്ലറിൻ്റെ ഈ ഒരു ആക്ടിനെ വിമർശിച്ചുകൊണ്ടാണ് രംഗത്തെത്തിയത്. ഒരു ഡ്രോയ്ക്കെങ്കിലും ശ്രമിക്കാമായിരുന്നു, സൂപ്പർ ഓവറിലേക്കെങ്കിലും പോയിരുന്നെങ്കിൽ പോലും ഒരു KL രാഹുലിൻ്റെ ഇന്നിങ്സ് വെള്ളത്തിലാവില്ല എന്ന് തുടങ്ങി നിരവധി കാര്യങ്ങൾ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇറ്റ്സ് എ ഗെയിം, സംഭവിക്കും എന്നത് തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നത്. മില്ലർ എത്രയോ വട്ടം സ്വന്തം ടീമിനെ ജയിപ്പിച്ച വ്യക്തിയാണ്. ഒരു ദിവസം ഒരു അബദ്ധം പറ്റി എന്നതിന് അങ്ങനെ ലഘൂകരിച്ച് കളയാൻ കഴിയുന്ന ഒരു ഇന്നിങ്സ് അല്ല എങ്കിൽ പോലും അത് മില്ലറിൻ്റെ മുഖത്തിൽ നിന്നും ബോഡി ലാംഗ്വേജിൽ നിന്നും വ്യക്തമായിരുന്നു. കാരണം അയാൾക്കറിയാമായിരുന്നു ജയിപ്പിക്കേണ്ട കളിയായിരുന്നു, അല്ലെങ്കിൽ സമനിലയെങ്കിലും ആവേണ്ട കളിയായിരുന്നു, ഞാൻ ആ സിംഗിൾ ലെറ്റ് ഡൗൺ ചെയ്യേണ്ടായിരുന്നു തുടങ്ങി നിരവധി കാര്യങ്ങൾ മില്ലറിൻ്റെ ബോഡി ലാംഗ്വേജിൽ നിന്നും വ്യക്തമായിരുന്നു. പക്ഷേ ആസ് ആൻ ഓവർസീസ് പ്ലെയർ മില്ലറിനെ പോലെ ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടൊരു താരം ഇതുപോലൊരു ഫൈനൽ ഓവറിലേക്ക് എത്തുന്നത് ആദ്യമായിട്ടൊന്നുമില്ല. 2024 T20 ലോകകപ്പ് ഫൈനൽ മറന്നിട്ടില്ലെങ്കിൽ എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയാം. ഹാർദിക് പാണ്ഡ്യയുടെ ആദ്യത്തെ പന്തിൽ സിക്സർ അടിക്കാൻ ശ്രമിച്ച മില്ലറിനെ സൂര്യകുമാർ യാദവ് ലോങ് ഓഫിൽ പിടിച്ചപ്പോൾ മില്ലർ പുറത്തായതോടുകൂടി സൗത്ത് ആഫ്രിക്കയുടെ എല്ലാ സ്വപ്നങ്ങളും താഴേറ്റി പോയതാണ്. അതുപോലെയാണ് ഇപ്പോൾ ഫൈനൽ ഓവറിൽ വീണ്ടും ഒരു മില്ലർ അബദ്ധം സംഭവിച്ചിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.